പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2024 SSLC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പൈത്തനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ കാണുന്നത്. ചോദ്യമൊന്ന് വായിക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിച്ച ശേഷം ഇതേ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. ശേഷം ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യുന്നതിനായി ആദ്യമായി ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് എന്ന രീതിയിൽ ഐഡിൽ സോഫ്റ്റ്വെയർ തുറക്കുകയാണ് വേണ്ടത്. പല വിദ്യാർത്ഥികളും ഈ വിൻഡോ തുറന്നു വരുമ്പോൾ ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് നൽകുന്നതായി കാണാറുണ്ട്. ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഫയൽ, ന്യൂ ഫയൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഈ ഭാഗത്താണ്, ഈ വിൻഡോയിലാണ് തെറ്റുകൂടാതെ, സ്പെല്ലിംഗ് മാറ്റം വരുത്താതെ കൃത്യമായ അലൈൻമെൻറ്റോടുകൂടി ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. മുഴുവൻ പ്രോഗ്രാമും ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനായി സേവ് ചെയ്യുന്നതിനായി ഫയൽ, സേവേഴ്സ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഹോമിലെ exam10 എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. കൃത്യമായ രജിസ്റ്റർ നമ്പർ നൽകി _ നമ്പർ നൽകി സേവ് ചെയ്യുക. ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിനായി റൺ ക്ലിക്ക് ചെയ്ത് റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഔട്ട്പുട്ട് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ടാണ് തയ്യാറാക്കേണ്ടത്. ഈ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് നാം പരിശോധിക്കാം. ഇവിടെ 6 പഞ്ചഭുജങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രാക്കറ്റിൽ 6 എന്ന് നൽകിയിരിക്കുന്നു. അതേപോലെ പഞ്ചഭുജങ്ങളുടെ വശങ്ങൾ 5 എണ്ണമാണല്ലോ, അതുകൊണ്ട് ഇവിടെ 5 എന്ന് നൽകിയിരിക്കുന്നു. അതേപോലെ നിറം ഗ്രീൻ നിറമായതുകൊണ്ട് തന്നെ ഗ്രീൻ എന്ന് കളർ നൽകിയിട്ടുണ്ട്. എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ടത്? ഇവിടെ 6 പഞ്ചഭുജങ്ങളായിരുന്നുള്ളത്. ഇവിടെ 6 സമചതുരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ ഇവിടെ നൽകിയിരിക്കുന്ന 6 എന്നുള്ളത് നാം മാറ്റം വരുത്തേണ്ടതില്ല. ഇവിടെ പഞ്ചഭുജത്തിന് 5 വശങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 5 എന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ ഇത് സമചതുരമായതുകൊണ്ട് തന്നെ 4 വശങ്ങളാണുള്ളത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നാം മാറ്റം വരുത്തി ഇവിടെ 4 എന്ന് നൽകേണ്ടതുണ്ട്. ഈ മാറ്റങ്ങൾ മാത്രം വരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഔട്ട്പുട്ട് 2 നമുക്ക് ലഭിക്കുകയില്ല. ഇവിടെ റൈറ്റ് എന്ന് നൽകി 72 എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇവിടെ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം. ഇവിടെ നാം ചെയ്യുന്നത് 360/5 എത്രയാണോ ലഭിക്കുന്നത് അതാണ് ഇവിടെ നാം നൽകിയിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനായി നാം ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് 4 എന്നുള്ളതാണ്. അതുകൊണ്ട് 360/4 ലഭിക്കുന്ന റിസൾട്ട് എത്രയാണോ അതാണ് നാം ഇവിടെ റൈറ്റ് ബ്രാക്കറ്റിൽ നാം നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് ഈ പ്രോഗ്രാം മാറ്റം വരുത്താം. ഇവിടെ 5 എന്നുള്ള ഭാഗത്ത് 4 എന്ന് ടൈപ്പ് ചെയ്യുക. 72 എന്നുള്ളത് മാറ്റി 90 എന്ന് നൽകാം. അതിനുശേഷം റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം പ്രതീക്ഷിച്ച പോലെ നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം,
ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ ഇപ്പോൾ സേവ് ആയിരിക്കുന്നത് ഒന്നാമത്തെ ഔട്ട്പുട്ട് ആയിരിക്കുമോ അതോ രണ്ടാമത്തെ ഔട്ട്പുട്ട് ആയിരിക്കുമോ അതല്ലെങ്കിൽ രണ്ട് ഔട്ട്പുട്ടും ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടാവാം. ഇപ്പോൾ എക്സാം 10 എന്ന ഫോൾഡറിൽ അവസാനത്തെ, അതായത് രണ്ടാമത്തെ ഔട്ട്പുട്ട് ഫയലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നാമത്തെ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി നാം അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഔട്ട്പുട്ടാണ് അവസാനമായി ഹോമിലെ എക്സാം 10ൽ നമുക്ക് കാണാൻ സാധിക്കും.